സഹനം വഴി ഈശോയിലേക്ക് കൂടുതലെടുത്ത വിശുദ്ധ. സഹനത്തിൻ്റെ തീച്ചുളയിൽ എരിയുമ്പോഴും കർത്താവിൻ്റെ സ്നേഹത്തെ കൂടുതൽ അനുഭവിച്ച വിശുദ്ധ. മറ്റുള്ളവരുടെ വേദനയും വിഷമവും ഏറ്റെടുത്ത് അതുവഴി വിശുദ്ധിയുടെ വഴി തിരഞ്ഞെടുത്ത വിശുദ്ധ. വിശുദ്ധ അൽഫോൻസാമ. കുടമാളൂർ ഗ്രാമത്തിൻ്റെ തിലകക്കുറിയും കേരള സഭയുടെ ആദിവിശുദ്ധിയുമായ വിശുദ്ധ അൽഫോൻസാമ തൻ്റെ ദൈവവിളിക്കായി സഹനത്തിൻ്റെ പടവുകൾ ചവിട്ടിക്കയറിയവളാണ്. കൗമാരപ്രായത്തിലെത്തിയ അൽഫോൻസായ്ക്കു വേണ്ടി വളർത്തമ്മ വിവാഹാലോചനകൾ പലതും കൊണ്ടുവന്നു. എന്നാൽ അൽഫോൻസ കന്യാത്വം കാത്തുസൂക്ഷിച്ച് ഒരു സന്യാസിനിയാകുവാൻ തീരുമാനിച്ചിരുന്നു. തൻ്റെ ശാരീരിക സൗന്ദര്യം മൂലമാണ് പലരും വിവാഹാലോചനയ്ക്കായി വരുന്നതെന്ന് അവൾ ഗ്രഹിച്ചു. അവൾ ആ വീരകൃത്യം ചെയ്തു. കൊയ്ത്തുകാലമായിരുന്നതിനാൽ പതിരുകൂട്ടി കത്തിച്ചിരുന്ന ഒരു തീക്കുഴി അവിടെയുണ്ടായിരുന്നു. അന്നക്കുട്ടി രാവിലെ എഴുന്നേറ്റ് ആ തീക്കുഴിയെ ലക്ഷ്യമാക്കി നടന്നു. ഈശോയോടുള്ള സ്നേഹവും സന്യാസിനിയാകുവാനുള്ള അതിയായ ആഗ്രഹവും മൂലം അവൾ അവളുടെ പാദങ്ങൾ ആ തീക്കുഴിയിലേക്ക് ഇറക്കി വെച്ചു. പാദം പെട്ടെന്ന് ആ തീക്കുഴിയിൽ താണു. മുട്ടോളം തീയിൽ വെന്തു. കുഴിയിൽ നിന്ന് രക്ഷപ്പെടുവാനുള്ള ശ്രമത്തിൽ നീണ്ട മുടിക്ക് കെട്ടഴിഞ്ഞ് തീ പിടിച്ചു. കാലിലെ തൊലി മുഴുവൻ ഉരിഞ്ഞുപോയി. വേദന മുഴുവൻ ക്ഷമയോടെ ഒരു കന്യാസ്ത്രീയാകുവാനുള്ള നിയോഗം വെച്ച് സമർപ്പിച്ചു. വിശുദ്ധ അൽഫോൻസാമയുടെ ജീവിതം ഒരു സമർപ്പണത്തിൻ്റെ ജീവിതമായിരുന്നു. സഹനങ്ങളെ പൂർണ്ണ ഹൃദയത്തോടെ ഏറ്റെടുത്ത് ഇന്ന് അവൾ ഈശോയുടെ സ്വന്തം മണവാട്ടിയായി വിളങ്ങുന്നു. നമുക്കും വിശുദ്ധയുടെ ജീവിത മാതൃക സ്വീകരിച്ച് നാഥൻ തരുന്ന സഹനങ്ങളെ ഏറ്റെടുത്ത് വിശുദ്ധിയുടെ വഴിയെ നടക്കാം.